സ്നാക്സ് ഉണ്ടാക്കാം. സ്നാക്സ് എന്ന് പറയുമ്പം അന്ന് ഞാൻ കാണിച്ച ഒരു സ്നാക്സ് മുട്ടയും ബ്രെഡും പാലും ഏത്തപ്പഴം നിരത്തിയിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി ഒഴിച്ച് ഒരു സ്നാക്സ് കാണിച്ചു. ഇപ്പം നൊയമ്പല്ലേ, 50 നോയമ്പ്. അപ്പോൾ മുട്ട ഉപയോഗിക്കാൻ പറ്റത്തില്ല. പാലും മുട്ടയും ഇല്ലാതെ ഇതൊക്കെ ഉപയോഗിച്ചൊരു സ്നാക്സ് കാണിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ പോകുന്നത് തേങ്ങ തിരിയതാണ്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ആണ്. അതിനായിട്ട് ഞാനിവിടെ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസാണ്, വലുതല്ല, വലുതുമല്ല തീരെ ചെറുതുമല്ല. ചച്ചു വന്നിട്ടുണ്ട്, അവൾക്ക് ലീവാണ്, ഒരു ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ ഓടി വന്നതാണ്. ഈ 4 ഏത്തപ്പഴം വെച്ച് നമുക്കൊരു സ്വീറ്റ് കട്ട്ലറ്റ് ഉണ്ടാക്കും. സ്വീറ്റ് കട്ട്ലറ്റ് എല്ലാവർക്കും, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നൊരു കട്ട്ലറ്റ്. 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം, ഗസ്റ്റ് വരെ കൊടുക്കാം. അങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കിക്കാം. സ്റ്റൗ ഓണാക്കി ഒരു പാൻ എടുത്ത് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് ഇതുപോലെ 3 സ്ലൈസ് ബ്രെഡ് നിരത്തി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നമുക്ക് പൊടിക്കാനാണ് കേട്ടോ. രണ്ട് സൈഡും നല്ല മുരിച്ചെടുത്തിട്ട് പൊടിക്കാം. മിക്സി എടുക്കാം, അതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തു. 1 കപ്പ് തേങ്ങ തിരിയത്, ഇളം തേങ്ങയായാലും അത്രയും നല്ലത് കേട്ടോ. 1 കപ്പ് തേങ്ങ തിരിയത് നമുക്കിതിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. വെള്ളമയം എല്ലാം പോകുന്ന പോലെ ഒന്ന് നമുക്ക് മൊരിക്കാം. ഇതും മിക്സിയിലൊന്ന് പൊടിക്കാനാണ് കേട്ടോ. ആ പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 5 ഏലക്കയും കൂടെ പൊടിച്ചെടുക്കാം. ഇത് തൊലി വേണ്ട, തൊലി ഇല്ലാതെ ഇതിൻ്റെ അകത്തോട്ട് ഏലക്ക കുരു മാത്രം ഇട്ട് നമുക്ക് പൊടിക്കുമ്പോൾ പൊടിച്ചെടുക്കാം. ഏലക്കയുടെ ഉള്ളിലുള്ളത് കുരു എടുത്ത് ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അതേ പാന് നമുക്ക് സ്റ്റൗവിലൊന്ന് ചൂടായി തന്നെയാണല്ലോ ഇരിക്കുന്നത്, അതിലേക്ക് നമുക്കൊന്ന് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ച് സിമ്മിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ 4 ഏത്തപ്പഴം ഇതിലേക്കിട്ട് സിമ്മിൽ വെച്ച് തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നെയ്യ് അധികം വേണ്ടാത്തവർ എണ്ണ ഒഴിച്ചാലും മതി കേട്ടോ. എന്നാലും കുറച്ചെങ്കിലും നെയ്യ് ഇതിൽ ഒഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് വരത്തുള്ളൂ. ഉടയുന്നൊന്ന് നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ഉടച്ച് കൊടുക്കണം, എന്നാലേ അത് ഉടഞ്ഞു കിട്ടുള്ളൂ. നല്ല ഉടഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാര ഇടാം. പൊടിച്ച് വേണമെങ്കിൽ ഇടാം കേട്ടോ, ഞാൻ ഇവിടെ പൊടിച്ചില്ല. നട്ട്സ് അത് ആവശ്യത്തിന് ഇടാം കേട്ടോ, അവരവരുടെ ഇഷ്ടത്തിന് നട്ട്സ് ഇടാം. കണ്ടില്ലേ, പഞ്ചസാര, നട്ട്സ്, റേസിൻസ് അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ഇടാം. പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ എല്ലാം കൂടെ നെയ്യിലൊക്കെ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ, സിമ്മിലാണ് വെച്ചിരിക്കുന്നത്.
സിമ്മിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നെയ്യിൽ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കുവാണെങ്കിൽ ആ ബ്രെഡിൻ്റെ ഒന്നും മണം കാര്യമായിട്ട് അടിക്കത്തില്ല. എന്നിട്ട് തേങ്ങ നമ്മൾ വറുത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി വറുത്തിട്ടില്ല, കണ്ടില്ലേ വെള്ള കളറിൽ ഇരിക്കുന്നേ ഉള്ളൂ, വറുത്ത് ഇട്ടതാണ്. ഇത്രയും തേങ്ങ ഇരിക്കട്ടെ കേട്ടോ. ഞാൻ അവസാനം ഒന്ന് മുകളിലൊക്കെ ഒന്ന് വിതറാനായിട്ട് കുറച്ച് തേങ്ങയും, അത് ഏലക്ക ഇട്ട തേങ്ങയാണ്. അപ്പം ഏകദേശം കട്ട്ലറ്റിൻ്റെ പരിപാടി. ഇതിനി നമുക്ക് ആറിയതിന് ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് നെയ്യിലോ എണ്ണയിലോ ഒക്കെ നമുക്ക് വറുത്തെടുക്കാം. കണ്ടില്ലേ, ഈ പരുവത്തിന് കിട്ടും. പിന്നെ ഇളം ചൂടാകുമ്പോൾ തന്നെ അത് നമുക്ക് ആ പഴം ബാക്കി പൊടിയാത്തതെല്ലാം പൊടിച്ച് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. പിന്നെ കൊച്ചു കുട്ടികളുള്ളവർക്ക് 1 കപ്പ് പഞ്ചസാര ഇടാം കേട്ടോ. ഇതിൽ മധുരത്തിന് പഞ്ചസാര 1/2 കപ്പ് ഞാൻ എടുത്തതുപോലെ എടുത്തിട്ട് തേനൊഴിച്ച് ബാക്കി ഉണ്ടാക്കിയാലും നമ്മൾ ഈ ഇളക്കുന്ന നേരത്തിന് തേനൊഴിച്ചാൽ മതി. അതും നല്ല രുചിയും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, തേനിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം അവരവരുടെ ചിന്തകളനുസരിച്ച് മാറ്റം വരുത്തി കഴിക്കാം. ഈ ഏത്തപ്പഴം ഒന്നും കഴിക്കാത്ത പിള്ളേരില്ലേ, ചില കുട്ടികൾക്കൊന്നും ഏത്തപ്പഴം ഇഷ്ടമല്ല. പുഴുങ്ങി കൊടുത്താലൊന്നും കഴിക്കത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു പലഹാരമാണ്. പ്രത്യേകം ഓർക്കുക, നട്ട്സും റേസിൻസും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞാൽ നല്ലതായിരിക്കും. അതൊന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ടിട്ടാൽ അതിലും നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെയും ചെയ്യാം. കണ്ടില്ലേ, 18 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ഇവിടെ നെയ്യ് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സ്റ്റൗ ഓണാക്കി അതേ പാൻ തന്നെ വീണ്ടും വെച്ചു. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇതിൻ്റെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട് ഇച്ചിരിയൊക്കെ. അപ്പോൾ അറിയണം അതേ പാൻ തന്നെയാണ്. എന്നിട്ട് പുതിയത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യൊന്ന് ഒഴിക്കുക. നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് സിമ്മിൽ വയ്ക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പം നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല മൊരിഞ്ഞാൽ മതി കേട്ടോ. എൻ്റെ കളറ് മാറണം എന്നൊന്നുമില്ല, കാരണം ഇതങ്ങനെ വേകാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്കിങ്ങനെ മറിച്ചിട്ട് അങ്ങ് എടുക്കാം. കണ്ടില്ലേ, നട്ട്സൊക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊന്നും കഴിക്കത്തില്ലല്ലോ കറുത്ത തൊലിയായി കഴിഞ്ഞാൽ. അങ്ങനത്തെ ഏത്തക്ക എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യും. ഏത്തക്ക കളയാതെ നമുക്ക് ഉപയോഗിക്കാം. പുളിച്ച ദോശമാവ് കളയുന്നതിന് പകരം നമ്മൾ പരിപ്പൊക്കെ ഇട്ട് സ്നാക്സ് ഉണ്ടാക്കി കാണിച്ചില്ല, അതുപോലൊരു ഏർപ്പാട്. സാധാരണ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. ചീത്തയാക്കി കളയാതെ
ഉണ്ടാക്കുകയാണ് പതിവ്. ഇപ്പം ചച്ചുമോള് വന്നപ്പം അവളുടെ കയ്യിൽ കൊടുത്തു വിടണമല്ലോ, അതിനുവേണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓർക്കുമായിരിക്കും നിങ്ങൾ ഇതൊന്നും കളയത്തില്ലേ എന്നല്ലേ. കഴിയുന്നത് ഇതൊന്നും കളയാതെ ഉപയോഗിക്കാൻ നമുക്ക് ശീലിക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ 18 കട്ട്ലറ്റ് പൊരിച്ചെടുത്തു. സ്വീറ്റ് കട്ട്ലറ്റ്. കുറച്ച് തേങ്ങയും ഏലക്കയും കൂടെ പൊടിച്ചത് ഞാൻ വെച്ചിരുന്നു. അതിങ്ങനെ പുറത്തിങ്ങനെ തൂവി നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഇത് ഇവർക്കൊന്ന് കൊടുത്തു നോക്കാം. ഇത് കഴിച്ചിട്ട് പറഞ്ഞ് എങ്ങനെയുണ്ടോ കറക്റ്റ് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടോ? ശരിക്കും ഇവര് രണ്ടുപേരും ഏത്തപ്പഴം പുഴുങ്ങിയാൽ കഴിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളൂ. കുറച്ചുകൂടെ പഴുത്ത പഴം കറക്റ്റാണ് കേട്ടോ. കുറച്ചും കൂടെ പഴുത്ത പഴമാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നല്ല മുന്തി വരും. ഞാൻ പറഞ്ഞില്ലേ, തൊലി കറുത്ത പഴം ഇരിക്കുമല്ലോ വീട്ടിൽ, എടുത്ത് കളയാൻ പരുവത്തില്ല. മക്കളൊന്നും അത് കഴിക്കത്തില്ല. ആ പഴം വെച്ചാണ് ശരിക്കും ഇത് ഉണ്ടാക്കേണ്ടത്. ഇന്ന് ഇവള് പോകുന്നത് കൊണ്ട്, ഇവളുടെ കൂട്ടുകാർക്ക് കൊടുത്ത് വിടേണ്ടത് കൊണ്ടും ഇരുന്ന പഴം വെച്ച് തീർന്നു. അപ്പൊ മനസ്സിലായല്ലോ ഇവർക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു. നല്ലതായിരിക്കും. പഴം മാത്രം ശ്രദ്ധിച്ചെടുക്കുക. ഇച്ചിരി പഴുത്ത പഴമാണെങ്കിൽ കൊള്ളായിരുന്നു, കുറച്ചും കൂടെ കൊള്ളായിരുന്നു. ഇപ്പോഴും കൊള്ളാം, കുറച്ചും കൂടെ കൊള്ളാം. കൂട്ടുകാർക്ക് കൊടുക്കുവോ അല്ല നീ മാത്രം കഴിച്ചിട്ട് പോവോ? മിക്കവാറും നോക്കാം. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട്